ഹലോ. അപ്പോൾ ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇനി ഞാൻ മാത്രമായിട്ട് ചെയ്തില്ല എന്ന് വേണ്ട കേട്ടോ. എൻ്റെ ഫേസ് കണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ ഞാൻ യൂസ് ചെയ്യണത്. എൻ്റെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓവർ മേക്കപ്പില്ല, ഒരു സിമ്പിൾ മേക്കപ്പ്. ആദ്യം ഞാൻ സൺകോട്ട് ജെല്ലാണ് കേട്ടോ എടുക്കുന്നത്. സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പിങ്ക് ഒരു ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ. ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പം വേറെ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല കേട്ടോ. എൻ്റെത് ഡ്രൈ സ്കിന്നാണ്. ഓൾ സ്കിൻ ടൈപ്സ് ആണ് പറയുന്നത്, എൻ്റെത് ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ ഇട്ടിട്ടില്ല, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാനത് നമ്മുടെ കൺസീലർ ഉപയോഗിക്കും. ഡാർക്ക് സർക്കിൾസോ എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ലൈറ്റായിട്ട് കണ്ണിൻ്റെ അവിടെ ലൈറ്റായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കണ്ട. നിങ്ങൾക്ക് ഇതേപോലെ പാലറ്റ് മേടിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എല്ലാ കളേഴ്സിനകത്ത് അവൈലബിൾ ആണ്. ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ. അപ്പം അത് ഞാൻ കണ്ട മുകളിലും താഴെ ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കണ്ടേ. ഇത് കുറേ കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഡാർക്ക് ഷെയ്ഡാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടിടാം. ഞാൻ എൻ്റെ സ്കിൻ ടോണിൻ്റെ തൊട്ട് താഴെയുള്ളൊരു കളറാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ നല്ല ചേഞ്ച് കണ്ടോ ഞാൻ കൺസീലർ ഉപയോഗിച്ചിട്ട്. പിന്നെ നമ്മുടെ മേബിലൈൻ ഫിറ്റ് മീയുടെ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. മാറ്റ് പ്ലസ് പോർലെസ് ഫൗണ്ടേഷനാണ്. 16 hours അപ് ടു 16 hours വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ കൂടെ ലാക്മി ലൂമി ലിറ്റ് ക്രീം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു സ്ട്രോബ് ക്രീമാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രൈമറൊന്നും വേറെ ഇടുന്നില്ല. ഈ ഇത്രയും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും കുറച്ച് സാധനങ്ങളേ ഇടുന്നുള്ളൂ കേട്ടോ. ഓവറായിട്ട് മേക്കപ്പ് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ കാരണം ഭയങ്കരമായിട്ട് വേർക്കൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടോ സ്പഞ്ച് വെച്ചിട്ടോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനത് സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഫൗണ്ടേഷനും ലൂമി ലിറ്റ് ക്രീമും കൂടെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ലിപ് ബാം ആണേട്ടെ, വേറെ പൗഡർ ഇടുന്നില്ല. കാരണം ഡ്രൈ സ്കിൻ ആണല്ലോ. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ് നിങ്ങൾക്ക് പൗഡർ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പൗഡർ ഇടുന്നില്ല. ഐ ഷെയ്ഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഷെയ്ഡോ ഞാൻ ആദ്യം ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്ത് മുകളിലും താഴെന്ന് ഒരു ഷെയ്ഡ് പീച്ചോ ഏത് ഷെയ്ഡാണെങ്കിലും കുഴപ്പമില്ല, ബ്രൗൺ ഷെയ്ഡ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ എനിക്ക് കൂടുതലും ഞാനൊരു ഗോൾഡനും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കട്ടെ. ഏത് ഫംഗ്ഷനാണെങ്കിലും നമ്മളൊരു ഗ്ലിറ്ററുള്ള ഗോൾഡൻ ഷെയ്ഡും കൂടെ ഇട്ടു ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ. ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം, നല്ലൊരു ഭംഗി വരത്തുള്ളൂ കേട്ടോ. ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കണം, ഒരുപാട് അങ്ങോട്ട് കട്ടി കൂട്ടണില്ല കേട്ടോ, കളർ കൂട്ടില്ല. പിന്നെ അതെ ഞാൻ ഒരു കൺമഷി എടുത്ത്, അതായത് ഐ പെൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഐ ജെല്ലോ എന്താണെങ്കിലും എടുത്തിട്ട് നമ്മൾ ഐബ്രോ പെൻസിലാണെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണ്ടേ. വല്ലാത്ത ഷേപ്പൊന്നും വേണ്ട, കണ്ട ഇത് കുളമായിട്ട് ഇരിക്കുന്നുള്ളൂ. പക്ഷെ നമുക്കിത് സ്മഡ്ജ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് ഒരു സ്മോക്കി ഐ ലുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ണ് നല്ല രീതിയിൽ നിങ്ങൾ അടിപൊളിയായിട്ട് സ്മോക്കി ഐക്ക് കൊടുത്താൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ വേറെ ഓവർ മേക്കപ്പ് ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പോവും നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് ഒരു മസ്കാര ഇട്ട് കൊടുക്കണ്ടേ. അതും മേബിലൈൻ്റെ മസ്കാരയാണ് കേട്ടോ. അതും ഞാൻ താഴെ മുകളിൽ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ആ വാട്ടർ ലൈനൊക്കെ ഒന്ന് ബ്ലാക്ക് കാജൽ വെച്ചിട്ട് ഉള്ളിൽ ബ്ലാക്ക് കാജൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട്. ആദ്യം നിങ്ങൾ സ്മഡ്ജ് ചെയ്ത് സ്മോക്കി ആയി ആക്കാം കേട്ടോ, മുകളിലും താഴെ. ഞാൻ ഇപ്പം കാണിച്ച രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അടിയിലും ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ, ഉള്ളിൽ കൂടെ ഒന്ന് എഴുതി കൊടുക്കണ്ടേ. പിന്നെ മസ്കാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു മസ്കാര ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോൾസ് ഐലാഷസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ ലാഷസൊക്കെ. കണ്ടോ നല്ല വ്യത്യാസം കണ്ടോ. ആ കണ്ണ് മാത്രമേ ഞാൻ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു ബ്ലഷ്, ഒരു ഓറഞ്ച് പീച്ച് കളർ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺടൂറൊന്നും ചെയ്യുന്നില്ല, ബ്ലഷ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കവളിൻ്റെ രണ്ട് സൈഡിലും ഇച്ചിരി മൂക്കിലായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ സ്പെഞ്ചോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ബ്രഷോ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ പൗഡർ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അല്ലെങ്കിൽ ബ്ലഷ് ഇട്ടിട്ട്, ഓവർ ബ്ലഷ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതും മേബിലൈൻ്റെ ഒരു ഓറഞ്ചും ഒരു മെറൂണും കൂടെ കൂടിയ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ആദ്യം ഇടുമ്പോൾ ഇച്ചിരി ഒരു ക്രീമി ആയിട്ടിരിക്കും, പിന്നെ അത് മാറ്റ് ആവും കേട്ടോ. ഒരുപാട് ലാസ്റ്റ് ചെയ്യും. എൻ്റെ അടുത്ത് മേബിലൈൻ്റെ തന്നെയാണ് കേട്ടോ കൂടുതലും പ്രൊഡക്റ്റ് ഉള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് ഞാനൊരു ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്തും കൊണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുണ്ട്. അതും അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്.
അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ലിപ്പും അതേപോലെ കണ്ണും മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാണ് കേട്ടോ സൽവാർ. ഇത് ഞാൻ റിലയൻസ് ട്രെൻഡ്സിൽ നിന്ന് മേടിച്ചതാണ്. കോട്ടൺ ആണ് കേട്ടോ വരുന്നത്. എനിക്ക് കോട്ടൺ അല്ലാത്ത ക്ലോത്ത് പറ്റത്തില്ല. വല്ലാത്തൊരു ഇറിറ്റേഷൻ ഔട്ടോ ഇടുമ്പോൾ ഒരുപാട് നേരം ഇട്ട് നിൽക്കണമെങ്കിൽ എനിക്ക് ഈ സൽവാറൊക്കെ പറ്റത്തുള്ളൂ. ഇതിന് ബാക്കിൽ ഒരു ടൈ ചെയ്യാനുള്ളൊരു ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കും. ഞാനിത് മേടിച്ചിട്ട് എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ, ഷേപ്പൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു വൈറ്റ് ഷോളും കൂടെ ഞാൻ പെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കൂടെ ഞാൻ ഒരു കമ്മൽ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. വലിയ കമ്മൽ ഇട്ട് കൊടുക്കുള്ളൂ, കാരണം ഞാൻ താലി ചെറിയ ഇത് ഇട്ട് കൊടുക്കുള്ളൂ. പിന്നെ അതുപോലെ ബാംഗിൾസൊന്നും അധികം ഉപയോഗിക്കാറില്ല. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ.